മരട് നഗരസഭയിലെ രാജിവെച്ച 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. മരട് നഗരസഭ 26-ാം ഡിവിഷനിലെ UDF കൗൺസിലർ റിയാസ് കെ മുഹമ്മദ് വികസനകർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തു. 17-ാം ഡിവിഷനിൽ നിന്നും UDF കൗൺസിലറായി വിജയിച്ച ബേബി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുത്തു. മരടിലെ കോൺഗ്രസ് മുൻ ധാരണ പ്രകാരമാണ് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെച്ചത്. ഗ്രൂപ്പ് സമവാക്യം ധാരണയിലെത്താൻ വൈകിയതുകൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വൈകുവാൻ കാരണം. മരടിലെ ഗ്രൂപ്പുകളുടെ അതിപ്രസരം മൂലം എന്നും UDFന് മൃഗീയ പുരുഷൻ നൽകുന്ന നെട്ടൂർ പ്രദേശത്തിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു. മരട് മുനിസിപ്പൽ കൗൺസിലിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട റിയാസ് കെ മുഹമ്മദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബേബി പോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷെ അതിനേക്കാളുപരി വളരെ ഒരു ടെൻഷൻ പിടിച്ച ഒരു സമയം കൂടിയാണ്. കാരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് മുൻപ് ഇവിടെ ഇരുന്ന PD രാജേഷ് അവർ കാര്യങ്ങൾ പഠിച്ച് വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തികൾ തുടരാനും പുതിയ പ്രവർത്തികൾ അതിലേക്ക് വികസനകാര്യ പ്രവർത്തനങ്ങൾ ആഡ് ചെയ്യാനും നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ മുൻപ് ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചെയർമാനും വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ടീം വളരെ ഭംഗിയായി ഏത് കോർ കമ്മിറ്റി ആണെങ്കിലും അതിൽ സ്വരവ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിൽ പക്ഷെ പുറത്തേക്ക് ഒരു ശബ്ദം മാത്രം പുറത്തേക്ക് കേൾപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടീമായിരുന്നു മുമ്പോട്ട് ഉണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഒത്തിരിയേറെ ആളുകളുടെ പ്രവർത്തനത്തിന്റെ സഹകരണത്തിന്റെ ഫലമായാണ് സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചത്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ 5 കൊല്ലം ക്ഷേമകാര്യത്തിൽ നിന്നിരുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ അറിവില്ലായ്മയും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം എനിക്ക് പറഞ്ഞ് തിരുത്തി തരുവാനായിട്ട് കൂടെ നിങ്ങൾ ശ്രമിക്കണം. എല്ലാവരും എൻ്റെ ഒപ്പം നിന്ന് അത് സ്നേഹത്തോടുകൂടി തന്നെ നമുക്കിത് കൊണ്ടുപോകാം. ഒരു ഭിന്നതയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ നിർത്തുന്നു. പുതിയതായി 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തെരഞ്ഞെടുക്കുക. കാരണം ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചേച്ചി നമുക്കറിയാം, ഇതിനു മുമ്പ് നഗരസഭയുടെ കൗൺസിലറായി ഇരുന്നത് മറ്റ് വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച് ഒത്തിരി കഴിവും പരിചയ സമ്പത്തുമുള്ള ചേച്ചിയും യുവത്വത്തിന്റെ ചുവടുവെപ്പോടുകൂടി ഇന്ന് ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന റിയാസ് കെ മുഹമ്മദാണ് ഇന്ന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ഇവിടെ പങ്കെടുക്കുന്നത്. അതേപോലെ സാധിക്കും. അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് പറയുന്നത് എല്ലാവരുടെ ആശംസകളും നേരുന്നു. മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 മാസം മുമ്പ് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ രാജിവെച്ചത് പുതിയ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചുമതല ഏറ്റുകഴിഞ്ഞു. ഇപ്പോൾ
മുൻധാരണ പ്രകാരം തന്നെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെച്ച ഒഴിവിലേക്ക് ഇന്നിപ്പോൾ 2 പേരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ റിയാസ് കെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ശ്രീ റിയാസ് കെ മുഹമ്മദ് പാർലമെന്റ് രംഗത്തോട് എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇതിനൊരു ചുമതല ഏൽക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ചുമതല വളരെയേറെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി ബേബിക്കലാണെങ്കിലും 2ാമത്തെ തവണയാണ് ജനപ്രതിയായി ഇപ്പോൾ ഒരു ചുമതല ഏറ്റിട്ടുള്ളത്. ചേച്ചിയുടെ മുൻകാല പരിചയം വെച്ച് ആ ചുമതല വളരെയേറെ ഭംഗിയായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ നല്ല ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. UDF